കുന്നംകുളത്ത് പൂക്കളുടെ വിൽപ്പന രംഗത്ത് 3 പതിറ്റാണ്ട് പിന്നിട്ട് വെള്ളറക്കാട് സ്വദേശി കൊല്ലംപടി പട്ടത്ത് വളപ്പിൽ 67 വയസ്സുള്ള മോഹനൻ, ഭാര്യ ഉഷ എന്നിവർ പൂത്തൊഴിൽ ആത്മസന്തോഷത്തിന്റെ നറുമണമാക്കുന്നു. അത്തം മുതൽ ഉത്രാടം വരെ കഴിഞ്ഞ 30 വർഷമായി കുന്നംകുളത്ത് മികച്ച രീതിയിൽ പൂക്കൾ വിൽപ്പന നടത്തി വരുന്നവരാണിവർ. 37 വയസ്സിൽ കോയമ്പത്തൂരിൽ നിന്ന് 5 കിലോ പൂക്കൾ കൊണ്ടുവന്ന് പാതയോരങ്ങളിലിരുന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ കച്ചവടം ഇന്നൊരു വലിയ പുഷ്പ വിപണിയായി മാറി. ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പൂക്കളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ആവശ്യക്കാർ കൂടുകയും ഒപ്പം ഉപഭോക്താക്കളുമായി നല്ല ഇടപെടലും വിശ്വാസവും ഉണ്ടാക്കിയതോടെ കുടുംബത്തിന് വലിയ പ്രതീക്ഷയായി. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം പൂക്കളുടെ കച്ചവടം കാലത്തിനനുസരിച്ച് മാറി. ഇപ്പോൾ അന്യ സംസ്ഥാനമായ തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിലെ പൂന്തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് പോയി പൂക്കൾ കൊണ്ടുവരികയാണ് കച്ചവട രീതി. കച്ചവടത്തിന്റെ വിജയത്തിന് പിറകിൽ സഹധർമ്മിണി ഉഷയും മക്കളായ കണ്ണൻ, പ്രഭു, പ്രഭി കുടുംബമൊന്നാകെ പിതാവിന് പൂർണ്ണ പിന്തുണ നൽകിയതോടെ പൂക്കൾ സമൃദ്ധിയായി. അത്തം ഫ്ലവേഴ്സ് എന്ന പേരിൽ പൂക്കളുടെ മികച്ച ശേഖരവും വൈവിധ്യവും ഉപഭോക്താക്കളെ പൂക്കടയിലേക്ക് ആകർഷിച്ചു. ദിനംപ്രതി അന്യ സംസ്ഥാനത്ത് നിന്ന് 1 ടണ്ണിലധികം പൂക്കൾ എത്തിച്ച് മൊത്തമായും ചില്ലറയായും വിൽപ്പന തുടരുന്നു. ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ചെണ്ടുമല്ലിപ്പൂ കൃഷി സുലഭമായതോടെ കച്ചവടം മന്ദഗതിയിലാണെങ്കിലും ഇത്തവണ പല നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് മോഹനൻ പറയുന്നു. 10 ദിവസത്തെ കച്ചവടം വെറും ലാഭം മാത്രമല്ല, ആത്മസന്തോഷവും ഒപ്പം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്രയവുമാണ്. കഴിഞ്ഞ 16 വർഷമായി സുനീഷും റാഷിദും ഒപ്പമുണ്ട്. പൂക്കച്ചവടം കഴിഞ്ഞാൽ ഇവർ പെരുന്നാൾ, പൂരം, ഉത്സവ പറമ്പുകളിലെ കച്ചവടങ്ങളിൽ സജീവമാകും. അത്തം ഫ്ലവേഴ്സ് ഉടമയായ ഇദ്ദേഹത്തിന് കഴിഞ്ഞ 30 വർഷങ്ങളായി അനുഭവിക്കുന്ന 10 ദിവസത്തെ സന്തോഷം ജീവിതത്തിന് സമ്പാദ്യവും പൂക്കൾ നിറഞ്ഞ ഗ്രാമത്തിന്റെ സൗന്ദര്യവുമാണ്. 30 കൊല്ലായി കുന്നോളത്ത് പൂക്കച്ചവടം തുടങ്ങിയിട്ട്. ആദ്യം തൊട്ട് തുടങ്ങിയത് കുന്നോളത്ത് തന്നെയാണ്. 30 വർഷമായി. ഈ 30 വർഷമായിട്ട് കുറേശ്ശെ കൊടുത്തിട്ട് വിറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ സ്റ്റാളായിട്ട് കച്ചവടം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10 വർഷമായി. ഇത് വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇപ്പൊ നാട്ടിലൊക്കെ പോകും, കൃഷികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ വളരെയധികം കുറവാണ്. മറ്റത് ഇതുണ്ടായിരുന്നില്ല. നമുക്കും ഒരു 10 കിലോ പൂ വാങ്ങാൻ പെട്ടെന്ന് വിൽക്കാൻ പറ്റിയിരുന്നു. ഇന്ന് ഒരു 10 പൂ വാങ്ങുന്നെങ്കിൽ കച്ചവടം ആവണില്ല. അത്ര അന്നൊക്കെ കാശൊന്നുമില്ല. അന്നൊരു കിലോ പൂ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 100 രൂപ 150 രൂപ കിട്ടായിരുന്നു 30 കൊല്ലം മുന്നേ. ഇപ്പൊ അതേ സ്ഥാനത്ത് 100 ഒരു 10 പൂ വിട്ടാൽ അന്ന് 10 കിലോ വെക്കുന്ന കാശാണ് കിട്ടുന്നത്. ഒരു 10 പൂ കൊണ്ടുപോകുന്നത് ചെലവിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കിട്ടുന്നുള്ളൂ. അതിന് കൂടുതൽ കിട്ടുന്നില്ല. നാട്ടില് വിജയിക്കാൻ കഷ്ടമാണ്. കാരണം അവിടെ ഒരു ഏക്കറയ്ക്ക് 1.5 ടണ്ണ് 3 ടണ്ണ് പൂവളം കൃഷി 1.5 ടണ്ണ് 2 ടണ്ണിന്റെ ഉള്ളിലായിട്ട് കൃഷി ചെയ്താൽ കിട്ടും. അവിടെ കിട്ടും. പക്ഷെ നമ്മൾ കേരളത്തിൽ അത് കിട്ടില്ല. 1 ടണ്ണ് കിട്ടില്ല. കാരണം ഇവിടുത്തെ കാലാവസ്ഥ തന്നെ. നമ്മുടെ ഈ പൂവുണ്ടാവുന്ന സമയത്ത് നല്ല മഴയാണ്. മഴയ്ക്ക് അനുസരിച്ചുള്ള കാറ്റും വെളിച്ചും അത് കിട്ടില്ല. ശരി, ധാരാളം നമ്മളിവിടെ ഉണ്ട്. പക്ഷെ എന്നാലും അത്ര പൂ കിട്ടില്ല. അവിടുത്തെ അത്ര വിജയം നമുക്കില്ല. കാരണം മഴ പെയ്ത നല്ല കാറ്റും നല്ല ചൂടും ഉണ്ടെങ്കിൽ കാറ്റിനടിയിട്ട് വെള്ളം മുഴുവൻ പോകുള്ളൂ. അണിഞ്ഞൊരുങ്ങൂ അഭിമാനപൂർവ്വം. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാരിശ്ശേരി.